യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. ജോൺ chapter 6 verse 21. Gospel of John chapter 6 verse 21. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം വായിക്കുന്നു. സ്ക്രീനിൽ ശ്രദ്ധിക്കേണ്ടവർക്ക് സ്ക്രീനിൽ ശ്രദ്ധിക്കാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ. യെസ്, വായിച്ചാട്ടെ മോനെ. അവർ അവനെ പടകിൽ കയറ്റുവാൻ ഇച്ഛിച്ചു. ഉടനെ പടക് അവർ പോകുന്ന ദേശത്ത് എത്തിപ്പോയി. അവർ അവനെ പടകിൽ കയറ്റുവാൻ ഇച്ഛിച്ചു. ഉടനെ പടക് അവർ പോകുന്ന ദേശത്ത് എത്തിപ്പോയി. പുതിയ പരിഭാഷയുടെ മലയാളം വായിക്കുമ്പോൾ അപ്പോൾ അവർ അവനെ അദ്ദേഹത്തെ യേശു കർത്താവിനെ വള്ളത്തിൽ കയറ്റുവാൻ സന്നദ്ധരായി, വില്ലിങ്ങായി. പെട്ടെന്ന് അവർക്ക് എത്തേണ്ട തീരത്ത് അവരെന്ത് ചെയ്തു? എത്തിച്ചേർന്നു. അതൊരു വാക്കാണ് അത് എടുക്കുന്നത്. പടകിൽ കയറ്റുവാൻ ഇച്ഛിച്ചു. ഉറക്കെ പറ, ഇച്ഛിച്ചു. അവർ സ്വീകരിക്കാൻ തയ്യാറായി, സന്നദ്ധരായി. പിന്നെ അടുത്ത സെക്കൻഡിൽ എത്തേണ്ടടുത്ത് എന്ത് ചെയ്തു? എത്തി. ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. നേരത്തെ ജിജു ബ്രദർ ഓർപ്പിച്ചതുപോലെ ദൈവം നമ്മെ കാണിക്കുന്നു, ദൈവം നമ്മളോട് പറയുന്നു. അത് കേട്ട് അവിടം കൊണ്ട് തീരുകയല്ല, അടുത്ത സ്റ്റെപ്പിലാണ് വിടുതൽ നടക്കുന്നത്. ഇവരെന്തു ചെയ്തു? അതിനെ സ്വീകരിക്കാൻ തയ്യാറായി, റിസീവ് ചെയ്തു, സന്നദ്ധരായി. പടക്കിലേക്ക് കയറ്റുവാൻ റിസീവ് ചെയ്തു, വില്ലിംഗ് ആയി. ആ മനോഭാവം ഉണ്ടായി. സ്വീകരിക്കുക, ഏറ്റെടുക്കുക. അവിടെ അതാണ് വിശ്വാസവും ആശ്രയവും ഒക്കെ വരുന്നത്. അവിടാണ്. അങ്ങനെ കയറ്റിയപ്പോ എത്തേണ്ട ദേശത്ത് അവരെന്ത് ചെയ്തു? എത്തി. അപ്പൊ അതിന്റെ അർത്ഥം അതുവരെ എങ്ങനായിരുന്നു? ആ ദേശത്ത് എത്താതെ കിടന്ന് കറങ്ങായിരുന്നു. അതിലേക്ക് നമ്മൾ വരാൻ പോവാ. പക്ഷെ ഒന്ന് സമർപ്പിക്കാൻ തുടങ്ങിയപ്പോ, ഏൽപ്പിച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോ, കർത്താവിനെ അതിൻ്റെ അകത്തോട്ടൊന്ന് പങ്കാളിയാകാൻ നോക്കിയപ്പോ, കർത്താവിനെ അതിലോട്ടൊന്ന് ഇട്ടപ്പോ സംഭവം എന്തോ ആയി? എത്തേണ്ടടുത്ത് എന്ത് ചെയ്തു? എത്തി. നമ്മുടെ ജീവിതത്തിലെ വിടുതലിന്റെ ഒരു മർമ്മം കിടക്കുന്നത് ഇവിടാണ്. നമ്മളെല്ലാം ദൈവവാക്തത്വം കേൾക്കുന്നവരാണ്. ദൈവം അനുഗ്രഹിക്കുമെന്നും നമുക്കറിയാം. ദൈവം സർവശക്തനാണെന്നും നമുക്കറിയാം. ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്നും നമുക്കറിയാം. പക്ഷേ ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഭവിക്കും? അവിടാണ് ഈ വചനത്തിന്റെ ദൂത് കിടക്കുന്നത്. എന്തു ചെയ്യണം? അവർ പടകിൽ കയറ്റാൻ ഇച്ഛിച്ചു, ആഗ്രഹിച്ചു, സന്നദ്ധരായി, റിസീവ് ചെയ്തു. ആ മനോഭാവം അവർക്കുണ്ടായി. അലൗ ചെയ്തു, അനുവദിച്ചു. നല്ല രണ്ട് ഭാഷ എന്ന് പറഞ്ഞാൽ അലൗ ചെയ്തു, ഇൻവൈറ്റ് ചെയ്തു, അനുവദിച്ചു, സ്വീകരിച്ചു, ക്ഷണിച്ചു. ഇവിടാണ് ദൈവപ്രവൃത്തിയുടെ ചലനങ്ങൾ തുടങ്ങുന്നത്. ഈ സംഭവം എന്താ നമ്മളൊന്ന് ചിന്തിക്കാൻ പോവുക. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം ഒന്ന് എടുത്തേ. വളരെ അറിയാവുന്ന പ്രസിദ്ധമായ ചില സംഭവങ്ങൾ. വളരെ പ്രസിദ്ധമായ ഒരു സംഭവം നടന്ന് അതിന്റെ കൂട്ടത്തിൽ നടന്ന സംഭവത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ ദൂത് പറഞ്ഞത്. നമുക്കറിയാം, യേശു കർത്താവിന്റെ 6:1-1 പതുക്കെ ഒന്ന് വായിച്ചേ. അനന്തരം യേശു തിബരിയാസ് എന്ന ഗലീല കടലിന്റെ അക്കരയ്ക്ക് പോയി. തിബരിയാസ് എന്ന ഗലീല കടലിന്റെ അക്കര ഭാഗമായ തിബരിയാസിലേക്ക് പോയി. അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവന്റെ പിന്നാലെ ചെന്നു. യേശു കർത്താവ് രോഗികളിൽ ചെയ്യുന്ന അത്ഭുതം കണ്ടിട്ട്, അപ്പൊ രോഗികളെ യേശു കർത്താവ് സൗഖ്യമാക്കുന്ന കണ്ടിട്ട് വലിയൊരു പുരുഷാരം, ജനക്കൂട്ടം ആരുടെ പിന്നാലെ ചെന്നു? യേശു കർത്താവിന്റെ പിന്നാലെ ചെന്നു. അടുത്തത് 3. യേശു മലയിൽ കയറി ശിഷ്യന്മാരോട് കൂടെ അവിടെ ഇരുന്നു. കർത്താവ് മലയിൽ കയറി ശിഷ്യന്മാരോട് കൂടെ അവിടെ ഇരുന്നു. യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു. ആ സമയം എന്ന് പറയുന്നത് യഹൂദന്മാരുടെ പെസഹയുടെ പെരുന്നാളിന്റെ സീസൺ ആയിരുന്നു. അത് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. യേശു വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട്, ഇനി ശ്രദ്ധിച്ചോണം, 5-ാമത്തെ വാക്യം എല്ലാവരും ശ്രദ്ധിച്ചോണം. യേശു കർത്താവ് വലിയൊരു പുരുഷാരം കർത്താവിന്റെ തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട് അവിടെ ഉണ്ടായിരുന്ന ശിഷ്യനായ ഫിലിപ്പോസിനോട് ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. കണ്ടോ, 2 ദൂത് അതിൽ നിന്ന് വരാൻ പോവുകയാണ്. ഒന്ന്, വലിയ ജനക്കൂട്ടം യേശുവിന്റെ അടുത്തേക്ക് വന്നപ്പോ
സൗഖ്യത്തിനായിരിക്കാം, ഭൂതബാധകൾ അഴിയാനായിരിക്കാം, പൈശാചിക കെട്ടുകൾ അഴിയാൻ. പ്രധാനമായിട്ട് ഈ രണ്ട് കാര്യത്തിനാണ് വരുന്നത്. പൈശാചിക ഭൂതബാധ കെട്ടുകൾ അഴിയുക, രോഗം സൗഖ്യമാകാം. 99% വ്യക്തികളും കർത്താവിന്റെ അടുക്കൽ വരുന്നത് ഈ ഒരു കാര്യത്തിനാണ്. പക്ഷേ യേശു കർത്താവ് എന്താ പറഞ്ഞത്? ഇവർക്ക് തിന്മാൻ നാം എവിടുന്ന് അപ്പം വാങ്ങും, കൊടുക്കും. അപ്പൊ അവരുടെ ഉള്ളിലെ വിശപ്പ് വരെ ആരറിയുന്നുണ്ട്? കർത്താവ് അറിയുന്നുണ്ട്. അപ്പൊ തന്റെ പിന്നാലെ ചെല്ലുന്നവരുടെ ആവശ്യം അറിയുന്നൊരു ദൈവമുണ്ട്. രോഗസൗഖ്യത്തിനും ഭൂതബാധ അഴിയാനായിരിക്കും അവരത് അങ്ങോട്ട് പറഞ്ഞത്. ഈ കാര്യം അവർ അങ്ങോട്ട് പറഞ്ഞ കാര്യമല്ല, കർത്താവ് തിരിച്ച് ഇങ്ങോട്ട് പറഞ്ഞു. ഹല്ലേലൂയ, അവർക്ക് കഴിപ്പാൻ അപ്പം കൊടുക്കണം. എന്തൊരു നല്ല ദൈവത്തെ സേവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, അവന്റെ പിന്നാലെ അനുഗമിക്കുന്നവന്റെ സകലവും അറിയുന്ന ഒരു നല്ല കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? ഹല്ലേലൂയ. ഒരു കുടുംബത്തിൽ അപ്പന്റെ അമ്മയുടെ കീഴിൽ വളരുന്ന കുഞ്ഞിന്റെ ആവശ്യങ്ങൾ ആ കുഞ്ഞ് പറഞ്ഞാലും പറഞ്ഞില്ലേലും കരഞ്ഞാലും കരഞ്ഞില്ലേലും ഒരു കാര്യം അറിയാം, നല്ല അപ്പന് ആ ആവശ്യം അറിയാമെങ്കിൽ സ്വർഗത്തിലെ അപ്പൻ നമ്മളോട് വിളിച്ചു പറയുന്നു, എത്രയധികം അറിയുന്ന ദൈവമാണ്. ഇന്ന് പകൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് വിശ്വാസം വർദ്ധിക്കട്ടെ. ഓ, നമ്മുടെ ആവശ്യം അറിയുന്ന കർത്താവ്. സൗഖ്യം കിട്ടാനായി പോയവരുടെ ശാരീരിക വിശപ്പറിഞ്ഞ ഒരു നല്ല കർത്താവ്. ഒരു പ്രാവശ്യം കൂടെ അടുത്തിരിക്കുന്നവർ കരം കൊടുത്തിട്ട് പറ, യേശുവിനോട് പറയാത്ത കാര്യവും യേശുവിന് അറിയാന്ന് പറഞ്ഞേ. ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ലാത്ത വിഷയവും ദൈവത്തിന് അറിയാം. ഇതുവരെയും പ്രാർത്ഥന വിഷയം പ്രയർ റിക്വസ്റ്റ് എഴുതി ഇട്ടിട്ടില്ലല്ലോ. എന്തോ അങ്ങനെ ഒന്ന് വിശ്വസിക്കാമോ? ഇതുവരെയും പാസ്റ്ററിനോട് പറയാത്ത, ആരോടും പറയാത്ത, എന്ന ഒരു വിഷയമായിട്ടിരിക്കുന്ന, ഉള്ളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഇതുവരെയും പ്രയർ കാർഡിൽ എഴുതി കിട്ടാത്ത ഒരു വിഷയം, നീ അപ്പന്റെ പാദപീഠത്തിൽ വന്ന ഒറ്റ കാരണം കൊണ്ട്, ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന ഒറ്റ കാരണം കൊണ്ട്, നീ ചോദിക്കാതെ നീ നനയ്ക്കുന്നതിലും നീ ചോദിക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യാൻ കഴിവുള്ള ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ആ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഇനി താരോട്ടൊന്ന് വായിച്ചേ. ഇത് അവനെ പരീക്ഷിക്കാനത്രേ ചോദിച്ചത്, താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. ആ വാക്കൊന്ന് ശ്രദ്ധിച്ചേ. ഫിലിപ്പോസിനോട് പറഞ്ഞു, ഇവർക്ക് എന്ത് ചെയ്യണം? കഴിക്കാൻ കൊടുക്കണം. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കുക, ആ വാക്ക് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇതവനെ പരീക്ഷിപ്പാനത്രേ ചോദിച്ചത്, താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. ഫിലിപ്പോസിനോട് കർത്താവ് എന്തോ ചെയ്തേ? ഒരു പരീക്ഷിക്കാൻ ചോദിച്ച ചോദ്യ. താൻ എന്ത് ചെയ്തെന്ന്, കർത്താവ് എന്ത് ചെയ്യാൻ പോകുന്നെന്ന് എന്ത് ചെയ്യുന്നു? അറിഞ്ഞിരുന്നു. ഇന്ന് പകൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ജീവിതത്തിൽ ഒരു പരീക്ഷണ ഘട്ടത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ ഒരു ദൂത് പറയാം, ദൈവം ചെയ്യാൻ പോകുന്ന ദൈവം അറിയുന്നു. പരീക്ഷണത്തിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾ അറിയത്തില്ല, പക്ഷെ ഇത് കഴിയുമ്പോൾ ദൈവപ്രവൃത്തി നിങ്ങൾ കാണാൻ പോവാ. നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലായോ? ഹല്ലേലൂയ. ഇപ്പം നിങ്ങൾ പരീക്ഷണത്തിൽ കൂടെ ആയിരിക്കും കടന്നു പോകുന്നത്, പക്ഷെ ദൈവം ചെയ്യാൻ പോകുന്നത് കാണാൻ പോവാ. ഇതുപോലെ ഫിലിപ്പോസിനോട് ചോദിച്ച പോലെ ഫിലിപ്പോസ് ഞെട്ടിക്കാണും. ഹല്ലേലൂയ, എവിടുന്നാ കർത്താവേ ഈ 5000 10,000 കണക്കിന് പുരുഷാരത്തെ ഞാൻ എവിടുന്ന് കൊടുക്കാനാ? ഇതെല്ലാം ദൈവത്തിന് അറിയത്തില്ല, പിന്നെ എന്തിനാ എന്നോട് ചോദിച്ചത്? നമ്മൾ ചോദിക്കുന്ന ചോദ്യം തന്നെ ഫിലിപ്പോസ് ഉള്ളിൽ ചോദിച്ചു കാണും. കർത്താവ് അതാ പറഞ്ഞത്, അവനെ പരീക്ഷിക്കാനാ ചോദിച്ചത്. എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കർത്താവിന് അറിയാം. ഇതാ കർത്താവിന്റെ വചനം പറഞ്ഞ, പരീക്ഷയോടുകൂടി അവൻ പോക്കുവരെയും കരുതിയിട്ടുണ്ട്. ഇന്ന് പകൽ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ, കർത്താവുമായിട്ടൊരു ബന്ധം ഒന്നും കൂടെ ആകാനാ ചില പരീക്ഷണത്തിൽ കൂടെ, ചില കുറവിൽ കൂടെ, ചില നിരാശയിൽ കൂടെ, ചില ഇല്ലായ്മയിൽ കൂടെ, ചില ബുദ്ധിമുട്ടിൽ കൂടെ, ചില പോരാട്ടത്തിൽ കൂടെ നീ കടന്നു പോകുന്നത്. പക്ഷെ നിന്നോടൊരു ദൂത് പറയുന്നു, ദൈവം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ദൈവത്തിന് അറിയാം. നിനക്കറിയത്തില്ല, പക്ഷെ നിന്റെ ദൈവത്തിന് അറിയാം ആ വിഷയത്തിൽ എന്താ അത്ഭുതം ചെയ്യാൻ പോകുന്നതെന്ന്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്?
ഹല്ലേലൂയ. എന്തോ ആരോടോ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ഇന്ന് നീ പരീക്ഷ കൂടെ കടന്നു പോകുന്നെങ്കിൽ ദൈവം നിന്നോട് ദൂത് പറയുന്നത് എന്താ ദൈവം ചെയ്യാൻ പോകുന്നതെന്ന് കർത്താവിന് അറിയാം. പക്ഷെ നീ ഇന്ന് പരീക്ഷ കൂടെ കടന്നു പോകുന്ന ഭാരപ്പെടേണ്ട. ഒരു കാര്യം പറഞ്ഞിട്ട് അടുത്തിലോട്ട് പോ. അത് പറഞ്ഞേ പറ്റൊരു നിയോഗമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 21 എടുത്ത് അതൊന്ന് ശാന്തമായിട്ട് ചിന്തിക്കും. ദൈവ പരീക്ഷണത്തിൽ ദൈവം അറിയുന്നോ ഇല്ല നമ്മൾ നിൽക്കാം. യോഹന്നാന്റെ സുവിശേഷം 21 1 മുതൽ വാക്യം എടുത്തേ, പെട്ടെന്ന് സ്ക്രീനിൽ കാണിച്ചോ. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം അതിന്റെ 1-2 വാക്യം ഒന്ന് വായിച്ചോ. ഒന്ന് സ്പീഡിൽ വായിച്ചിട്ട് 5 തൊട്ട് പതുക്കെ വായിച്ചാൽ മതി. അതിന്റെ ശേഷം ഒരു മിനിറ്റ്. യോഹന്നാന്റെ സുവിശേഷം ജോൺ 21:1 ഫോളോയിങ്. അതിന്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധം ആയിരുന്നു. പെട്ടെന്ന് അടുത്ത് വായിച്ചോ. ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമാസും. വേണ്ട, 3 വായിച്ചോ. 3 തൊട്ട് വായിച്ചോ. മൂന്നാമത്തെ ഇനി കറക്റ്റാ. ശീമോൻ പത്രോസ് അവരോട് ഞാൻ മീൻ പിടിക്കുവാൻ പോകുന്നു. ഒരു മിനിറ്റ് ശ്രദ്ധിക്കണമേ. യേശു മരിച്ചു, ക്രൂശിൽ മരണം സംഭവിച്ചു. ഈ പത്രോസ് പറയാ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? കാരണം ഈ കൂടെ നിന്ന് യേശു പോയി. പണ്ട് മീൻ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ കർത്താവ് എന്നെ എന്ത് ചെയ്തത്? പിടിച്ചിറക്കി മനുഷ്യനെ പിടിക്കുന്നവനാക്കാന്നൊക്കെ ദൂത് പറഞ്ഞ ആളുണ്ട്. ദൂത് പറഞ്ഞ ആള് പോയി. ഇനി ഞാനിപ്പോ എന്തോ ചെയ്യും? അതുകൊണ്ട് താൻ എന്ത് ചെയ്തു? വള്ളവും വലയെടുത്ത് വലിയ പരിപാടിക്ക്, പഴയ പരിപാടിക്ക് പോവാന്ന് പറഞ്ഞു. ശീമോൻ പത്രോസ് പറഞ്ഞു ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. ഇനി ശ്രദ്ധിച്ചോളാം. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. കൂടെ നിന്നവരോട് എന്തോ പറഞ്ഞു? ഞങ്ങളും. നീ പോയാ പിന്നെ ഞങ്ങളും. യേശു പോയി. പത്രോസ് നിൽക്കാന്ന് വിചാരിച്ചു. പക്ഷെ പത്രോസ് പറഞ്ഞു ഞാൻ മീൻ പിടിക്കാൻ പോവാന്ന് പറഞ്ഞു. നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ. യേശു ഉണ്ടായിരുന്നേ കുഴപ്പമില്ലാതെ പോവായിരുന്നു. യേശു ഇല്ല, ഒന്നുമില്ല. അവൻ എന്ത് ചെയ്തു? ഞാനും പോവാന്ന് പറഞ്ഞു. ഞങ്ങളും വരുമോ? ഞങ്ങളും പോരുന്നു എന്ന് പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചു. പക്ഷെ വലിയ ആവേശത്തോടെ വീണ്ടും പോയതാ. വല്ലവും കിട്ടിയോ? വല്ലതും കിട്ടിയോ? ഇല്ല. അതങ്ങനെ ദൈവം വിളിച്ച പദ്ധതിയിൽ നിന്നും ദൈവീയ ആലോചനയിൽ നിന്നും നമ്മൾ മാറിപ്പോകാൻ നമുക്ക് തോന്നും. പക്ഷെ മാറിപ്പോയാലും ആത്യന്തികമായി നമുക്ക് എന്ത് ചെയ്യത്തില്ല, ഒന്നും കിട്ടത്തില്ല. അവര് മീൻ പിടിക്കാൻ പോയി, പുറപ്പെട്ട് പടകിൽ കയറി. ആ രാത്രിയിൽ അവർ ഒന്നും എന്ത് ചെയ്തില്ല, പിടിച്ചില്ല. ഇനി ശ്രദ്ധിച്ചോ. പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. പുലർച്ചെ ആയപ്പോൾ യേശു എവിടെ വന്നിരുന്നു? കരയിൽ നിന്നിരുന്നു. യേശു ആണെന്ന് ഇവർക്ക് എന്ത് ചെയ്തില്ല, അറിഞ്ഞില്ല, മനസ്സിലായില്ല. യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. യേശു അവിടുന്ന് അടുത്ത ചോദ്യം ഈ ഫിലിപ്പോസിനോട് പറഞ്ഞതുപോലെ, ഇവർക്ക് ആഹാരം കൊടുക്കണമെന്ന് പറഞ്ഞ പോലെ, കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലോ ഉണ്ടോ? കർത്താവിന് അറിയത്തില്ല ഇവർക്കൊന്നും കിട്ടിയില്ലെന്ന് അറിയാം. പരീക്ഷിക്കാൻ പോകാൻ എന്തെങ്കിലും നീ ഒരു ചോദ്യം അനുഭവിക്കുന്നെങ്കിൽ, നീ ഇല്ലായ്മയുടെ മധ്യത്തിൽ ഒരു ചോദ്യചിഹ്നത്തിന്റെ മുമ്പിൽ നിൽക്കുന്നെങ്കിൽ എഴുതി വെച്ചോ, കർത്താവ് ചെയ്യുന്നത് നീ കാണാൻ പോവുക. ആരുടെയൊക്കെ തൊട്ട് ദൂത് പറയാൻ പോവുക. ഹല്ലേലൂയ. നീ ഇപ്പോൾ ഇല്ലായ്മയുടെ അകത്താ നിൽക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കും ചില ചോദ്യങ്ങൾ, നിനക്ക് ചോദ്യചിഹ്നങ്ങൾ ഉയരുന്നെങ്കിൽ, മറ്റുള്ളവർ നിന്നോട് ചോദിക്കുന്നെങ്കിൽ, നിന്റെ മനസ്സ് നിന്നോട് ചില വല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതും ഉണ്ടോ? അവര് പറയാ ഒന്നുമില്ല. ഇന്നത്തെ ദൂത് ശ്രദ്ധിച്ചോണം. അവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എൻ്റെ കർത്താവിന് നന്നായി അറിയാം. ഇന്ന് പകൽ നിന്റെ പരീക്ഷണ കട്ടടത്തിൽ ദൈവം എന്തോ വലുത് ചെയ്യാൻ പോകുക. ഇപ്പൊ നിനക്ക് മനസ്സിലാകത്തില്ല, ഇപ്പൊ നിന്റെ മുമ്പിൽ ഒന്നുമില്ല, പക്ഷെ ദൈവം ചിലത് ചെയ്യാൻ പോയ. ഇനി ശ്രദ്ധിച്ചോളാം. അതിന്റെ 6 മുതൽ ശ്രദ്ധിച്ചോ. നിങ്ങളുടെ അകത്ത് ഒരു മിനിറ്റ്, നിങ്ങളുടെ അകത്തൊരു വിശ്വാസം ഇന്ന് കത്തണം. ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട് യോഹന്നാൻ. ഇന്ന് അവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അവൻ എന്ത് ചെയ്യുന്നുണ്ട്? അറിഞ്ഞിരുന്നു. അതുകൊണ്ട് പരീക്ഷിക്കാനാ ചോദിച്ചത്. ഇന്ന് ഈ ദിവസങ്ങളിൽ ചിലര് കടന്നു പോകുന്ന ചില പരീക്ഷണങ്ങളാ. ഇതിന്റെ അപ്പുറത്ത് ദൈവം ചെയ്യാൻ പോകുന്ന പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കാൻ പോവുക. അടുത്തത് പടകിന്റെ വലത്ത് ഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. യേശു പറയാ പടകിന്റെ വലത് ഭാഗത്ത് വീശുവിൻ. വായിച്ചു. അവർ വീശി മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിക്കുവാൻ കഴിഞ്ഞില്ല. വീശിയപ്പോ ഭയങ്കര മീൻകൂട്ടം കിട്ടി. അടുത്തത് 7. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു.
കർത്താവാകുന്നു എന്ന് ശീമോൻ പത്രോസ് കേട്ടിട്ട് ആ. താൻ നഗ്നനാകയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ആ. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ആ. ഏകദേശം 200 മുഴത്തിൽ അധികം ദൂരത്തല്ലായകയാൽ ആ. മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ആ. ചെറിയ പടകിൽ വന്നു. 9 തൊട്ട് വായിച്ചു. കരക്കേറി. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ ആ. അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. കരക്കിറങ്ങിയപ്പോ എന്തോ കണ്ടേ? കരക്കിറങ്ങിയപ്പോ എന്തോ കണ്ടേ? 9 തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. കർത്താവ് ഒരുക്കി വെച്ചു. അഞ്ചാമതൊരു ചോദ്യം, 5-ാം വാക്യത്തിൽ ചോദ്യം ചോദിച്ചു, കുഞ്ഞുങ്ങളെ വല്ലോ ഉണ്ടോ? അവരുള്ളിൽ ചിന്തി ഒന്നാതെ ഇല്ലാതിരിക്കുക, ഒന്നാതെ വള്ളവും വലവും ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ഒന്നും കിട്ടാതിരിക്കുക. ചങ്ക കുത്തുന്ന ചോദ്യ. ചില പരീക്ഷണങ്ങൾ ദൈവം അനുവദിക്കുന്നതാ. അവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അവൻ അറിയാം. ഇന്ന് പകൽ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. തീക്കനൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിൽ മേൽ വെച്ചിരിക്കുന്ന അപ്പവും മീനും കണ്ട്. അമ്മേ, നിങ്ങൾക്ക് മനസ്സിലായി? ഞാൻ വളരെ ശാന്തമാ പറഞ്ഞെങ്കിൽ നിങ്ങൾ അകത്തോട്ട് ഇത് കേറിയോ? കർത്താവ് ഒരുക്കി വെച്ചിരിക്കുക കാനലും അപ്പവും മീൻ ചുട്ടതും. ഹല്ലേലൂയ. ഇന്ന് പകൽ നിനക്ക് വേണ്ടി ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നീ കാണത്തില്ല. വെയിറ്റ് ചെയ്തോ. ചില മിനിറ്റുകൾ കഴിയുമ്പോൾ, ചില ദിവസങ്ങൾ കഴിയുമ്പോൾ, ചില മാസങ്ങൾ കഴിയുമ്പോൾ, ചില ആണ്ടുകൾ കഴിയുമ്പോൾ നീ ആ വിടുതല കാണൂ. കരമടിച്ച് ആത്മാവിൽ ഏറ്റെടുത്ത് ദൈവം നിനക്ക് വേണ്ടി ചെയ്യുന്നതും ഏറ്റെടുത്തേ. लाल का था रा बा 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 ओ रा बा से थे 12-ാമത്തെ വാക്യം ഒന്ന് കാണിച്ചേ മോളെ. 12-ാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗം മാത്രം ഒന്ന് വായിച്ചേ. 12. യേശു അവരോട് വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. മതി, അത്രയും നിർത്തിയാ മതി. വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ. വാ, ഇനി വന്നാൽ കഴിച്ചോ. നിങ്ങളൊന്നും ചെയ്യണ്ട, എല്ലാം ഞാൻ ചെയ്തു വച്ചിട്ടുണ്ട്. എൻ്റെ നല്ല കർത്താവിനെ നമ്മൾ സേവിക്കുന്നത്. ഇന്ന് പകൽ പരീക്ഷണത്തിൽ കൂടെ അനുഭവിക്കുന്ന നിനക്ക് വേണ്ടി ചിലത് ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. അധികം താമസിക്കാതെ നീ ചില ശബ്ദം കേൾക്കാൻ പോവാ. വന്ന് അനുഭവിച്ചോളൂ. ഹല്ലേലൂയ. നിന്റെ കണ്ണിന്റെ മുമ്പിൽ ചിലത് ചുട്ട അപ്പവും മീനും കണ്ടതുപോലെ, കനല് കണ്ടതുപോലെ ഇന്ന് പകൽ ചില വിടുതലുകൾ നിന്റെ കണ്ണിന്റെ മുമ്പിൽ എന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ കാണിക്കാൻ പോകുകയാണ്. ഓ മനസ്സിലായോ? അപ്പം നമ്മൾ പറഞ്ഞു, ഇവിടെ ഫിലിപ്പോസിനോട് പറഞ്ഞു അവർക്ക് ആഹാരം കൊടുക്കണം. താൻ എന്താ ചെയ്യാൻ പോകുന്നത് തനിക്കറിയാം. പരീക്ഷിക്കാൻ ചോദിച്ചതാ. ഇതേപോലെ പത്രോസിനോടും ചോദിച്ചു, കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലോ ഉണ്ടോ? പത്രോസും കൂട്ടരോടും ചോദിച്ചു, വല്ലോ ഉണ്ടോ? പക്ഷെ ഇച്ചിരി കഴിയുമ്പോ കണ്ടത് നല്ല കനല്, അപ്പം, അതിന്മേ വെച്ചിരിക്കുന്ന മീന്. കുറച്ച് കഴിഞ്ഞിട്ട് ശബ്ദം കേൾക്കുക, വന്ന് പ്രാതൽ കഴിച്ചോളാൻ. അധികം താമസിക്കാതെ ചിലത് നീ കാണാൻ പോവുക. അധികം താമസിക്കാതെ വിടുതലിന്റെ ശബ്ദം നീ കേൾക്കാൻ പോവുക. പ്രാതൽ കഴിക്കുന്ന പോലെ ഒരു ഉല്ലാസത്തിന്റെ, സന്തോഷത്തിന്റെ, ഒരു നന്മയുടെ ദിവസങ്ങൾ നിന്റെ കൂടാരത്തിൽ ഉണ്ടാകുമെന്ന് ആത്മാവ് ഞാൻ പ്രഖ്യാപിക്കുന്നു, പ്രവചിക്കുന്നു. ഏറ്റെടുക്കുന്നവർ ആത്മാവിൽ ഏറ്റെടുത്ത് അല്പം മിനിറ്റുകൾ ദൈവത്തിന് ഒരു ആരാധന കൊടുത്ത് we worship you Lord, we give all glory. Rabata satata talaba laba shamdara lalkata shamthara arigadagadiya. ചിലതൊക്കെ കാണട്ടെ, ചിലതൊക്കെ കാണട്ടെ. ചില ചോദ്യ ചിഹ്നങ്ങളുടെ മധ്യത്തിൽ മകളെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോ. ദൈവം ഒരുക്കി വെച്ചത്, ദൈവം ഒരുക്കി വെച്ചത്, ദൈവം ഒരുക്കി വെച്ചത്, ദൈവം ഒരുക്കി വെച്ചത് കാണട്ടെ. ദൈവം ഒരുക്കി വെച്ച ശബ്ദങ്ങൾ കേൾക്കട്ടെ. ആത്മാവിൽ ശാൽബാത താതാത സാതാത ലാതാത സാതാത ബാബാ ബാബാ റിയോല ബശഗ ബാബാ ബാബാ.
വായിച്ച വചനത്തിലേക്ക് വന്നു 2 കാര്യം ഓർപ്പിച്ചത് പ്രാർത്ഥിക്കാൻ പോവാ. ഇനി പെട്ടെന്ന് നമ്മൾ വായിച്ച യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം. ഇനി 8 തൊട്ട് മതി, 7 തൊട്ട് അങ്ങ് വായിച്ചോ. 7 തൊട്ടൊന്ന് വായിച്ചോ. യോഹന്നാൻ, ഒരു മിനിറ്റ്, എല്ലാവരും ഒന്ന് എടുത്തോട്ടെ. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം, ജോൺ ചാപ്റ്റർ 6 verse 7 following. ഇനി വായിച്ചു. ഫിലിപ്പോസ് അവനോട് ഓരോരുത്തന് അല്പം അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാക്കുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോഴും ഫിലിപ്പോസ് ഇരുന്ന് കണക്ക് കൂട്ടുക. ഒരല്പം അല്പം കൂടെ വെച്ച് കയ്യിരിക്കുന്ന 200 കാശ് വെച്ച് എന്നിട്ടും പറ്റത്തില്ല. കർത്താവ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കർത്താവ് അറിയാം. നമ്മളെ പോലെ ഫിലിപ്പോസ് ഇരുന്ന് കണക്ക് കൂട്ടുക. അത് ശരിയാവോ, ഇത് ശരിയാവോ, ഇങ്ങനെ ആവോ. പക്ഷെ എന്ത് ചെയ്തില്ല, നടക്കുന്നില്ല. അടുത്തത് ശിഷ്യന്മാരിൽ ഒരുത്തനായ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ്, ഇവിടെ ഒരു ബാലകനുണ്ട്. അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്. എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. അന്ത്രയോസ് വന്നിട്ട് പറയാണ്, ഇവിടെ ആരുണ്ട്? ഒരു ബാലകനുണ്ട്. 5 ഏവത്തപ്പവും 2 മീനും അവന്റെ ഉണ്ട്. അതുകൊണ്ടൊന്നും ഇത്രയും പേർക്ക് എന്ത് ചെയ്യത്തില്ല, ആവത്തില്ല. ചെറിയതായിട്ടുണ്ട്, എന്തായാലും ആർക്കും ഒന്നും ആവത്തില്ല. അടുത്തത് വേഗത്തിൽ വായിച്ചു. ആളുകളെ ഇരുത്തുവിൻ എന്ന് യേശു പറഞ്ഞു. പക്ഷെ ഇവിടാണ് അത്ഭുതം. ഞാൻ പറഞ്ഞതുപോലെ 4-ാമന്റെ പ്രവൃത്തി ഇറങ്ങുന്നത്. ദൈവത്തെ നമ്മൾ അനുവദിക്കുക. ദൈവത്തെ നമ്മുടെ പ്രവൃത്തിയിലേക്ക് വിടുതലിന് വേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. യേശു എന്താ പറഞ്ഞത്? ശരിയാ, 5 അപ്പവും 2 മീനേ ഉള്ളൂ. നിങ്ങൾ ആളുകളെ എന്ത് ചെയ്യുക? ഇരുത്തുക. പന്തിക്ക് ഇരുത്തുന്ന പോലെ ഇരുത്തുക. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു. ആ സ്ഥലത്ത് വളരെ എന്തുണ്ടായിരുന്നു? പുല്ലുണ്ടായിരുന്നു. 5000-ഓളം പുരുഷന്മാർ ഇരുന്നു. പുരുഷന്മാര് തന്നെ എത്ര പേരിരുന്നു? 5000-ഓളം ഇരുന്നു. പിന്നെ യേശു അപ്പം എടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അങ്ങനെ തന്നെ മീനും വേണ്ടുവോളം കൊടുത്തു. അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട് ശേഷിച്ച കഷ്ണം ഒന്നും നഷ്ടമാക്കാതെ ശേഖരിക്കുവിൻ എന്ന് പറഞ്ഞു. അതിന്റെ 13-ാമത്തെ വാക്യമാണ്, ശ്രദ്ധിച്ചോ. 5 യവത്തപ്പത്തിൽ നിന്ന് തിന്നു ശേഷിച്ച കഷ്ണം. 5 യവത്തപ്പത്തിൽ നിന്നും തിന്നു ശേഷിപ്പിച്ച കഷ്ണം അവർ ശേഖരിച്ച 12 കൊട്ട നിറച്ചെടുത്തു. കണ്ടോ, ദൈവത്തെ ഒന്ന് പ്രവർത്തിപ്പാൻ അനുവദിച്ചപ്പോ, അയ്യോ 200 കാശ് കൊണ്ട് എത്ര പേർക്ക് എന്തോ ആവാനാ, 5 യവത്തപ്പവും 2 മീനും കൊണ്ട് ഇത്രയും പേർക്ക് എന്താവാനാ എന്ന് പറഞ്ഞെടുത്ത് ദൈവത്തെ ഒന്ന് പ്രവർത്തിപ്പാൻ യേശുവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തപ്പോൾ, കർത്താവ് പറഞ്ഞ പോലെ പന്തിയായി ഇരുന്നപ്പോൾ, കർത്താവിന്റെ പ്രവൃത്തി അതിലേക്കൊന്ന് സ്വീകരിച്ചപ്പോൾ, കർത്താവിനെ അലോ ചെയ്തപ്പോൾ സംഭവിച്ചത് 5 യവത്തപ്പത്തിൽ നിന്നും തിന്ന് ശേഷിപ്പിച്ച് 10,000 തിന്ന് 12 കൊട്ട നിറച്ചെടുക്കാൻ ദൈവം ഇടയാക്കി. ഇന്ന് പകൽ ദൈവത്തെ അനുവദിച്ചാൽ നമ്മുടെ അല്പത്തെ അത്ഭുതകരമാക്കി ദൈവം മാറ്റോ. നമ്മുടെ അല്പത്തെ ദൈവം അധികമായി മാറ്റിയിരിക്കുക. ഇന്ന് പകൽ നിന്റെ അല്പമേ ഉള്ളായിരിക്കാം, പക്ഷെ ദൈവത്തിന് പ്രവർത്തിക്കാൻ അനുവാദം കൊടുത്താൽ ദൈവം അത് അതിശയമായി മാറ്റും. കരമടിച്ച് കർത്താവിനൊന്ന് മഹത്വം കരയട്ടെ. ഈ സംഭവം കഴിഞ്ഞതിന് ശേഷമാണ്, ഇനി ശ്രദ്ധിച്ചോണം, 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കും. നമ്മൾ ഇന്ന് പറഞ്ഞ ദൂതിലേക്ക്, നമ്മുടെ മെസ്സേജ് സത്യം പറഞ്ഞാൽ ഇപ്പൊ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ദൈവം തന്ന ദൂതിലേക്ക് കയറാൻ പോവാ. എല്ലാവരും ശ്രദ്ധിച്ചോണം. അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട്, ഇവരെല്ലാം കൂടെ വന്ന് തന്നെ രാജാവാക്കാൻ എന്ന് യേശു മനസ്സിലാക്കിയിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി. സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർ കടൽപ്പുറത്തേക്ക് ഇറങ്ങി പടകുകൾ കയറി കടൽക്കരെ കഫർന്നഹൂമിലേക്ക് യാത്രയായി. ഇരുട്ടായ ശേഷവും യേശു അവരുടെ അടുക്കൽ വന്നിരുന്നു. യേശു മലയിൽ പ്രാർത്ഥിക്കാൻ പോയി. പക്ഷെ സന്ധ്യയായപ്പോൾ ഇവര് പടകിൽ യാത്രയായി. സന്ധ്യയായി. 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 17-ാമത്തെ വാക്യം. ഇരുട്ടായ ശേഷവും യേശു അവരുടെ അടുക്കൽ വന്നിരുന്നില്ല. കൊടുങ്കാറ്റടിക്കുകയാൽ കടൽ കോപിച്ചു. അവർ 4-5 നാഴിക ദൂരത്തോളം വലിച്ച ശേഷം, അപ്പം ഇരുട്ടായ ശേഷവും യേശു അവരുടെ അടുക്കൽ എന്ത് ചെയ്തില്ല? വന്നിരുന്നില്ല. ഇരുട്ടായി, സന്ധ്യയായി, നല്ല സമയമായി, നടുക്കടലിന്റെ അനുഭവമാണ്. യേശു എന്ത് ഇല്ല, അതുവരെ എന്ത് ഇല്ല, വന്നില്ല. ഹല്ലേലൂയ. അടുത്തത് അവർ 4-5 നാഴിക ദൂരത്തോളം വലിച്ച ശേഷം
യേശു കടലിന്മേൽ നടന്നു. ആ പടകിനോട് സമീപിക്കുന്നത് കണ്ട് പേടിച്ചു. ആ അവൻ അവരോട്, ആ ഞാനാകുന്നു, ആ പേടിക്കണ്ട എന്ന് പറഞ്ഞു. യേശു കടലിന്റെ മീതെ നടന്നു വരുന്ന കണ്ടപ്പോൾ അവരാകെ പേടിച്ചു. പക്ഷെ അവര് പറഞ്ഞു, കർത്താവ് പറഞ്ഞു ഞാനാകുന്നു എന്ന് പറഞ്ഞു. ആ അവർ അവനെ പടകിൽ കയറ്റുവാൻ ഇച്ഛിച്ചു. ആ പടകിൽ കയറ്റുവാൻ ഇച്ഛിച്ചു. ഉടനെ പടക് ആ അവർ പോകുന്ന ദേശത്ത് എത്തിപ്പോയി. കണ്ടോ, യേശു പ്രാർത്ഥിക്കാൻ മലയിൽ പോയി. പടക് യാത്രയാ. നടുക്കടലെത്തി ശക്തമായ കൊടുങ്കാറ്റടിക്കുന്നു. തകർന്നു വീഴുന്ന അനുഭവമാണ് തോന്നുന്നു. പക്ഷേ അവർ നോക്കുന്നു, തണ്ടുവലയ്ക്കുന്നു. ഇപ്പൊ പടക് മുങ്ങുന്ന അവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോ ഇന്ന് പകൽ ദൈവം പറഞ്ഞിട്ടാണ് നീ ഇറങ്ങി തിരിച്ചെങ്കിൽ നിന്റെ ഏത് അർദ്ധരാത്രിയിലും ഏത് തീച്ചൂള അനുഭവത്തിലും ഏത് കൂരിരുട്ടിന്റെ അനുഭവമായാലും നാലാമൻ ഇറങ്ങി വന്നിരിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അർദ്ധരാത്രിയിലും നാലാം യാമമാണെങ്കിലും നാലാമൻ ഇറങ്ങി വന്നിരിക്കും. നാലാമൻ ഇറങ്ങി വരുമ്പോൾ ഉള്ള സംഭവം ശ്രദ്ധിച്ചോണം. ഇവരെന്തു ചെയ്തെന്നറിയാം? അതുവരെ പടക് കിടന്ന് അലഞ്ഞ് കാറ്റടിച്ച് എങ്ങും എത്താൻ പറ്റാത്ത രീതിയിൽ കിടന്ന് ഇട്ടാവട്ടത്ത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷെ ആ വാക്ക് ശ്രദ്ധിച്ചോണം. യേശുവാന്ന് മനസ്സിലാക്കിയപ്പോൾ 21-ാമത്തെ വാക്കം, പടകിൽ കയറ്റുവാൻ ഇച്ഛിച്ചു. ഉടനെ പടക് പോകേണ്ട ദേശത്ത് എത്തിപ്പോയി. ഈ എത്തിപ്പോയി എന്ന് പറയാൻ കാരണം എന്തുവാ? ഈ വല്ലാതെ ബുദ്ധിമുട്ട് വന്ന ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ എന്താ പറയും? എത്തിപ്പോയി. ആണോ അല്ലയോ? വല്ലാത്ത ബുദ്ധിമുട്ട് വന്ന ഒരു യാത്രയ്ക്ക് വഴി തെറ്റിപ്പോയെന്ന് വിചാരിച്ചു. വഴി തെറ്റി കറങ്ങി 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 എല്ലാം ചെയ്യുന്നു. വല്ലാതെ എത്തിക്കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. എന്തോയി? ഓ, എത്തിപ്പോയി. അറിയാവുന്ന ഒരാള് നമുക്കൊരു കറക്റ്റ് വരി പറഞ്ഞു തന്നാൽ എത്തിപ്പോയി. അപ്പൊ ഇതേപോലെ വല്ലാതെ കടന്ന് കറങ്ങിയ ഒരു അനുഭവം ജീവിതത്തിൽ. എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ. പക്ഷെ കർത്താവിനെ അവർ അനുവദിച്ചപ്പോ അതുവരെ ഭീകര അനുഭവം, അർദ്ധരാത്രിയിൽ നാലായാമം വെളുപ്പിന് ഒരു 3 മണിയുടെ അനുഭവം, ഒരു കരയിൽ നിന്ന് പിന്നിട്ടു, അടുത്ത കരയിൽ എത്തിയിട്ടില്ല, നടുക്കടലിൽ അനുഭവം, കൊടുങ്കാറ്റടിക്കുന്നു, ഭീതി. നിങ്ങൾക്കറിയാമോ ഈ കടലുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ കാണുന്ന ഈ തീരത്ത് കിടന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. നദിയുടെ തീരത്തും ആറിന്റെ തീരത്തും കടലിന്റെ തീരത്ത് തിരമാല കാണുന്നത്, ഓളം കാണുന്നതൊക്കെ സന്തോഷമാണ്. പക്ഷെ ഈ നടുക്കടലിലോട്ട് പോയി നിൽക്കണം, ഛർദ്ദിക്കാൻ വരും, വോമിറ്റിംഗ് ടെൻഡൻസി, അസ്വസ്ഥത, സ്മെല്ല്, വോമിറ്റിങ്, ബോഡി തളരുന്ന പോലെ പല പല സിക്നസ്സുകൾ, ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ കപ്പലിലൊക്കെ നല്ല ജോലി കിട്ടുന്നവർക്ക് 6 മാസം അവർ കപ്പലിൽ ജോലി, പിന്നെ അടുത്ത 6 മാസം എന്താ ലീവ്, സാലറി ഒക്കെ കൊടുക്കും. കാരണം അത്ര റിസ്കിൽ ബോഡിക്കൊക്കെ ബുദ്ധിമുട്ടുള്ളതാണ്. ഓഫീസിൽ വലിയ കുഴപ്പമില്ല, പക്ഷെ കടലുമായി ബന്ധപ്പെട്ട് പുറംകടലിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ഒത്തിരി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, കാണാൻ മനോഹരമാ, പക്ഷെ പ്രായോഗികമായി ഒത്തിരി ബുദ്ധിമുട്ടുള്ളതാ. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ കിടന്ന് അർദ്ധരാത്രിയിൽ നടുക്കടലിൽ കിടക്കുന്ന ഒരു അനുഭവം. പക്ഷെ അതിന്റെ മധ്യത്തിൽ യേശു വാണെന്നറിഞ്ഞാൽ ഇനി അത്രേ ഉള്ളൂ. ദൈവം നിന്റെ മുമ്പിൽ വെളിപ്പെടുമ്പോൾ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ, ഇത് ഞാനാകുന്നെന്ന് പറയുമ്പോൾ, ഇന്നത്തെ മീറ്റിംഗും കർത്താവ് ചെന്നോട് പറയാ, നീ തണ്ടു വലഞ്ഞ് കൊടുങ്കാറ്റടിച്ച് നിന്റെ ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുക. കർത്താവ് പറയുന്നത് ഞാനാണെന്ന്. എങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, നീ അവനെ അനുവദിക്കുക. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന സകലരോടും ഇന്ന് പകൽ ദൂത് പറയാ, എന്റെ ദൈവത്തെ നീ അനുവദിച്ചാൽ, പടകിൽ കയറ്റാൻ ഇച്ഛിച്ചപ്പോൾ പടക് എത്തേണ്ട സ്ഥലത്ത് എത്തിപ്പോയതുപോലെ ഇന്ന് പകൽ ചിലതിന്റെ ജീവിതത്തിൽ ആത്മാവ് പറയുന്നു, വല്ലാതെ കടന്ന് കറങ്ങുന്ന ചില അനുഭവങ്ങളെ പൊട്ടിച്ച് നിന്നെ എത്തിക്കേണ്ട വാഗ്ദത്തങ്ങളിലേക്ക്, എത്തിക്കേണ്ട തീരത്തേക്ക് എത്തിപ്പോയി എന്ന് പറയത്തക്കവണ്ണം ഒരു വിടുതലിന്റെ കരമിറങ്ങി വരാൻ പോകുക. വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തെ സ്തുതിച്ച് लाल काटा साता दा बाबा 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 शाका तासा ताता तारबा उरा का सान माता साल का തകരമടി അല്പ മിനിറ്റുകൾ ദൈവത്തിന് ഒരു ആരാധന കൊടുത്തേ. ഓ യേശു കരമടി അല്പ മിനിറ്റുകൾ ദൈവത്തെ സ്തുതിച്ചേ.
യേശു ഓ യേശു യേശു യേശുവാരിലും മതിയായവൻ യേശുവാരിലും മതിയായവൻ. ഹല്ലേലൂയ. ചേർന്ന് കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. തീച്ചൂളയാകാം, ഉലയുന്ന പടകാകാം, അനിശ്ചിതത്വമാകാം. പക്ഷെ കർത്താവിനെ നമ്മളൊന്ന് അനുവദിച്ചാൽ, കേറ്റാൻ തയ്യാറായാൽ എത്തേണ്ടിടത്ത് ദൈവം എത്തിക്കും. ചിലതിൻ്റെ കറക്കങ്ങൾ ദൈവം അവസാനിപ്പിക്കും. ഒരു കാര്യം കൊണ്ട് പറഞ്ഞ് നമ്മളൊന്ന് ആരാധനയിലേക്കും ചില വിഷയത്തിനും പ്രാർത്ഥിക്കാൻ പോകും. ഞാൻ പറഞ്ഞത് എന്താ? നമ്മുടെ ജീവിതത്തിൽ ആ വാക്തത്വം കേട്ടു. കർത്താവ് പറഞ്ഞു ഞാനാന്ന് പറഞ്ഞു, ഭയപ്പെടണ്ടെന്ന് പറഞ്ഞു. പക്ഷെ വിടുതൽ എപ്പോഴാ നടന്നേ? കർത്താവ് പറഞ്ഞു ഭയപ്പെടണ്ട, ഇത് ഞാൻ ആകുന്നു. എപ്പോഴാ വിടുതൽ? എത്തേണ്ട സ്ഥലത്ത് എത്തിയോ? എപ്പോഴാണോ യേശുവിനെ അകത്തേക്ക് കയറ്റിയത്, പടകി കയറ്റിയത്, അപ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്? എത്തേണ്ടതെത്തി. ഇന്ന് എല്ലാവരും ശ്രദ്ധിച്ചോണം. നമ്മൾ ദൈവശബ്ദം കേൾക്കും, ആലോചന കേൾക്കും, ദൂത് കേട്ടു. ഇതെപ്പം നമ്മുടെ ജീവിതത്തിൽ നിറവേറും? നമ്മൾ ഇതിനെ ഒന്ന് അനുവദിക്കുമ്പോൾ. ഉറക്കെ പറ, അനുവദിക്കുമ്പോൾ. അല്ലെങ്കിൽ കർത്താവിനെ പ്രവർത്തിക്കാൻ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ, ക്ഷണിക്കുമ്പോൾ, അതിനായി നമ്മളൊന്ന് സന്നദ്ധരാകുമ്പോൾ. ഭയപ്പെടണ്ടെന്ന് പറഞ്ഞു, ഞാനാകുന്നു പറഞ്ഞു. പക്ഷെ പടകി കയറ്റാൻ ഇച്ഛിച്ചപ്പോ എത്തേണ്ടടുത്ത് എന്ത് ചെയ്തു? എത്തി. ഇന്നു പകൽ ഈ 8-ാം തീയതി ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്, ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ അനുവദിക്കുക. വിടുതൽ നടക്കുന്ന എപ്പോഴാണെന്നറിയാമോ? അസാധ്യമായിരിക്കാം, പക്ഷെ നടക്കുന്ന കർത്താവിന്റെ പ്രവൃത്തിക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കും. നമുക്കറിയാവുന്ന ഒറ്റ സംഭവം ശ്രദ്ധിച്ച്, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം എടുത്ത് എല്ലാവരും ലൂക്കോസിന്റെ സുവിശേഷം അതോടെ നമ്മൾ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. എല്ലാവർക്കും അറിയാവുന്നൊരു പ്രസിദ്ധമായ സംഭവം. ഞാൻ അതുകൊണ്ട് ചുരുക്കം ഭാഗങ്ങൾ മാത്രമേ അതിൽ നിന്ന് വായിക്കത്തുള്ളൂ. താങ്ക് യു ജീസസ്. അതിന്റെ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 26, 27 തരട്ടെ, പെട്ടെന്ന് ഓടിച്ചു വായിച്ചു. എന്നിട്ട് 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസേഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയം മാത്രമായിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. വേഗം വായിച്ചു. ആ കന്യകയുടെ പേര് മറിയം ആയിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. എന്നിട്ട് പറയുവാണ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. 31 തൊട്ടൊന്ന് വായിച്ചേ. 31. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ഈ ദൂതൻ ഒരു ദൂത് പറയുകയാണ്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേര് വിളിക്കണം. അപ്പൊ വിവാഹം നിശ്ചയം മാത്രമേ ആയിട്ടുള്ള ഒരു ദൂത് വന്ന് പറയാണ്, നിനക്ക് കൃപ ലഭിച്ചു, നിന്നോടൊരു ദൂത് പറയാണ്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ. അങ്ങനെ കുറെ ദൂത് പറഞ്ഞു. ഇനി 34, 35 താരോട്ട് വായിച്ചേ. മറിയ ദൂതനോട്, ഇത്രയൊക്കെ പറഞ്ഞിട്ട് മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. ഒരു ദൂത് പറഞ്ഞ ദൂതനോട് മറിയ ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ പുരുഷനെ അറിയത്തില്ല, ഇതെങ്ങനെ സംഭവിക്കണം? ചില ദൂതുകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം വാഗ്ദത്തം പറയുമ്പോൾ അത് നടക്കുവോ എങ്ങനെ ആയിരിക്കും എന്ന് നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചിന്തിക്കാൻ പറ്റാത്ത ജീവിതത്തിന്റെ സാഹചര്യമായിരിക്കാം. പക്ഷെ അതിന്റെ മധ്യത്തിലും ഈ നമ്മളെ സാധാ മനുഷ്യനെ പോലെ മറിയയും ദൂതനോട് ചോദിച്ചു. അടുത്തത്, അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഈ പ്രവൃത്തി ആരുടെ? ദൈവത്തിന്റെ പ്രവൃത്തി. അത് അവന്റെ ആത്മാവിന്റെ പ്രവൃത്തിയാണ്. പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുമ്പോൾ, ആത്മാവ് നിഴലിടുമ്പോൾ വിശുദ്ധ പ്രജ എന്ത് ചെയ്യും? ഉത്ഭവിക്കും. മനുഷ്യനാലല്ല, പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധ പ്രജ എന്ത് ചെയ്യും? ഉത്ഭവിക്കും. ഇനി ശ്രദ്ധിച്ചോളാം. നിന്റെ ചാർച്ചക്കാരി എലിശബേത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. ഒരു അടയാളം പറഞ്ഞു. മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസം. എന്നിട്ട് അവളോട് ദൂത് പറയുന്നത് എങ്ങനെ സംഭവിക്കും? മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇപ്പൊ 6-ാം മാസം. നിന്നോട് പറയാ, അവിടെ അത് സംഭവിക്കാമെങ്കിൽ നിന്റെ ജീവിതത്തിലും അത് സംഭവിച്ചിരിക്കും. ആമേൻ. അടുത്തത്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞു. ഇനി അടുത്തത്, അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഇവിടാണ് വിടുതൽ. ദൂത് പറഞ്ഞു. എന്തോ ദൂത്?
വാഗ്ദത്ത മശിഹ ജനിക്കും, യേശു ജനിക്കും, ഉന്നതനാകും, കുറെ കാര്യം ദൂത് പറഞ്ഞു. എങ്ങനെ നടക്കൂന്നും ചോദിച്ചു. എങ്ങനെ നടക്കൂന്ന് ചോദിച്ചു, അതും പറഞ്ഞു കൊടുത്തു. എങ്ങനെ നടക്കുക? ആത്മാവ് നിഴലിടുമ്പോൾ, ആത്മാവ് പരിവർത്തിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ വിടുതൽ നടക്കും, അതും പറഞ്ഞു കൊടുത്തു. ഇനിയാണ് വിടുതൽ നടക്കുന്നത്. നമ്മളോട് പറഞ്ഞ ദൂത് അത് നിറവേറേണ്ടത് എങ്ങനെയാണെന്നുകൊണ്ട് ഇത് നിറവേറുന്നതാണ് 38. അതിനും അറിയാം, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. മതി, അലോ ചെയ്തു, സ്വീകരിച്ചു. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന സകലരോട് ദൂത് പറയുന്നു, 4-ാമൻ നിനക്ക് വേണ്ടി ഇറങ്ങും. നിന്നോട് ദൂത് പറഞ്ഞിട്ടില്ലേ? എങ്ങനെ നിറവേറണം നിങ്ങൾക്ക് പറയാതെ എങ്ങനെ നിറവേറും? ആത്മാവ് പരിവർത്തിച്ചാൽ, ദൈവകരം തൊട്ടാൽ. പക്ഷെ നമ്മൾ ഇനി അങ്ങ് ഏറ്റെടുക്കുക, നമ്മൾ അതിനെ അങ്ങ് സ്വീകരിക്കുക. ഇവിടാണ് വിടുതൽ നടക്കുന്നത്. ഈ 38 പറഞ്ഞതിന്റെ റിസൾട്ടാണ് മറിയയുടെ ഉദരത്തിൽ യേശു കുഞ്ഞ് ജനിച്ചത്. ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിന്റെ വിടുതൽ നടക്കുന്നത്, ദൂത് കേൾക്കുന്നത് നല്ല കാര്യം, അതെങ്ങനെ നടക്കുന്നതും നമുക്ക് മനസ്സിലായത് നല്ല കാര്യം. പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാബല്യമാക്കുന്നത് നാം ദൈവത്തെ അനുവദിക്കുമ്പോൾ, ദൈവത്തെ സ്വീകരിക്കുമ്പോൾ, നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ, നമ്മൾ അലൗ ചെയ്യുമ്പോൾ, നമ്മളത് സ്വീകരിക്കുമ്പോൾ, നമ്മൾ അതിനായി സന്നദ്ധരാകുമ്പോൾ, നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ആ ദൈവത്തിന്റെ ദൂത്, ആ ദൈവത്തിന്റെ വാഗ്ദത്തം എത്ര അസാധ്യ സാഹചര്യമാണെങ്കിലും എന്റെ ദൈവം നിറവേറ്റും.